ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളേക്ക് ഡിസ്കസ് ചെയ്ത് തരുന്നത് നമുക്കിപ്പോൾ ഇലക്ട്രിസിറ്റി ബിൽ പേയ്മെൻറ്റോ വൈഫൈ ബിൽ പേയ്മെൻറ്റോ അല്ലെങ്കിൽ ഗ്യാസ് ബുക്ക് ചെയ്യാൻ വേണ്ടിയോ മൊബൈൽ റീചാർജ് ചെയ്യാൻ വേണ്ടിയോ DTH റീചാർജ് ചെയ്യാൻ വേണ്ടിയോ ഒക്കെ നമുക്ക് ആവശ്യമാകുന്ന സാഹചര്യത്തിൽ ചിലപ്പോൾ നമ്മുടെ കയ്യിൽ എമൗണ്ട് ഉണ്ടാകില്ല. ഈ ഒരു സാഹചര്യത്തിൽ ഒരുപക്ഷെ നമുക്ക് കറണ്ട് ബില്ല് അടയ്ക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ആയിരിക്കും, എന്നാൽ നമ്മുടെ കയ്യിൽ എമൗണ്ട് ഉണ്ടാകില്ല. ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് സിമ്പിളായിക്കൊണ്ട് ഒരു രൂപ പോലും നമ്മളിൽ നിന്ന് ക്യാഷ് കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ പോലും നമുക്കിത് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി മെത്തേഡ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. ഇത് 100% വർക്കിംഗ് ആണ്, ജെന്യൂൻ ആണ്. അപ്പം ഞാൻ കറൻ്റ് യൂസ് കൊണ്ടിരിക്കുന്ന ഒരു വെബ്സൈറ്റ്, ഒരു ആപ്ലിക്കേഷൻ കൂടിയാണ്. അപ്പം എങ്ങനെയാണ് ചെയ്യാമെന്ന് ഞാൻ ലൈവായിട്ട് തന്നെ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ വൈഫൈ ബിൽ പേയ്മെൻറ്റ് ചെയ്തുകൊണ്ടാണ് ഞാൻ കാണിച്ചു തരുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇലക്ട്രിസിറ്റി ബിൽ പേയ്മെൻറ്റും അതുപോലെ തന്നെ DTH റീചാർജും കാര്യങ്ങളൊക്കെ ഇതുപോലെ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം ഇതറിയാത്ത നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് വീഡിയോ ഇപ്പോൾ തന്നെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ. തുടർന്നും ഇതുപോലെയുള്ള യൂസ്ഫുൾ ആകുന്ന ഇൻഫോർമേറ്റീവ് എന്ന വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുവാനായിട്ട് തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. വീഡിയോക്കും ലൈക്കും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്ത് വെച്ചോളൂ. ഓക്കെ, ഇപ്പം ഞാനിപ്പം എൻ്റെ കേരള വിഷൻ്റെ ഒരു വൈഫൈയുടെ 1 മന്ത് എക്സ്പാൻഡ് ചെയ്തുകൊണ്ട് ഒരു ബിൽ റീചാർജും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഞാനിപ്പോൾ യൂസർ നെയിമും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി ഞാനിവിടെ ഇതിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലോട്ട് വന്നിട്ടുണ്ട്, കേരള വിഷൻ്റെ. ഇപ്പോൾ ഞാൻ ഈ കാണിക്കുന്നത് വൈഫൈൻ്റെ ആണെന്നുണ്ടെങ്കിലും തുടർന്ന് നിങ്ങൾക്ക് ഞാനിപ്പം ഈ ഇലക്ട്രിസിറ്റി ബിൽ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആമസോൺ പേ വഴി നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അതിൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കമൻറ്റ് സെക്ഷനിൽ ഒരു കമൻറ്റ് ചെയ്തിച്ചാൽ മതി. ഓക്കെ, നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എനിക്ക് എൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ യൂസർ നെയിമാണ് നമുക്ക് വേണ്ടത്. അപ്പം ഞാനിവിടെ എൻ്റെ യൂസർ നെയിമും കാര്യങ്ങളൊക്കെ ക്ലിക്ക് ചെയ്ത് ഒന്ന് കോപ്പി ചെയ്തെടുക്കുന്നുണ്ട്. കോപ്പി ചെയ്തതിന് ശേഷം ഞാൻ നേരെ ആമസോൺ പേയിൽ പോകുന്നു. അപ്പോൾ എൻ്റെ കയ്യിൽ എമൗണ്ട് ഇല്ല കേട്ടോ, എമൗണ്ട് ഇല്ല. അപ്പം ഞാൻ എങ്ങനെയാണ് ഈ ബിൽ പേയ്മെൻറ്റ് ചെയ്യുന്നത് ഞാൻ കാണിച്ചുതരാം. എൻ്റെ ബാങ്കിൽ എമൗണ്ട് ഇല്ല, എൻ്റെ കയ്യിൽ എമൗണ്ട് ഇല്ല, ലൈവായിട്ട് ഞാൻ കാണിച്ചുതരാം. ഇപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ ലിങ്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം 529.82 രൂപയാണ് എമൗണ്ട് വന്നുള്ളത്. ഞാൻ പേനോ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് 2 ഓപ്ഷനാണ് കാണിക്കുന്നത്, ആമസോൺ പേ ലെറ്റർ, ആമസോൺ പേ UPI. അപ്പോൾ നമ്മൾ ആമസോൺ പേ ലെറ്റർ ഇതുവഴി നിങ്ങൾ റീചാർജ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ കയ്യിൽ എമൗണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു എമൗണ്ട് വെച്ചിട്ട് റീചാർജ് ചെയ്യാം. അടുത്ത മാസം 5-ാം തീയതിക്കുള്ളിലായിട്ട് നമ്മൾ പേയ്മെൻറ്റ് ചെയ്ത് കൊടുത്താൽ മതി, അവർക്ക് കൊടുത്താൽ മതി. അതായത് അവരിൽ നിന്ന് നമ്മൾ കടം എടുക്കുന്നു, തിരിച്ച് 5-ാം തീയതിനുള്ളിൽ നമുക്ക് അവർ കടം കൊടുക്കുന്നു. ഒരു രീതിയിലും ഇൻട്രസ്റ്റോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾക്ക് കൊടുക്കാൻ ഇപ്പം 529 രൂപ എടുത്ത് വെച്ച് 600 രൂപ കൊടുക്കേണ്ട ഒരു അവസ്ഥ നമുക്ക് വരുന്നില്ല. കറക്റ്റ് 529.82 രൂപ മാത്രമാണ് നമ്മൾ പേയ്മെൻറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇനിയിപ്പം ഇലക്ട്രിസിറ്റി ബിൽ പേയ്മെൻറ്റ്, അതായത് കറണ്ട് ബിൽ അടയ്ക്കാൻ ലാസ്റ്റ് ഡേറ്റ് ആയിട്ടുണ്ട്, നമ്മുടെ കയ്യിൽ എമൗണ്ട് ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുവഴി നമ്മൾ ചെയ്യുക. എന്നിട്ട് അടുത്ത മാസം 5-ാം തീയതിക്കുള്ളിൽ പേയ്മെൻറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, എങ്ങനെയുണ്ട്? ഇത് അടിപൊളി ഒരു മെത്തേഡാണ്, പല ആളുകൾക്കും അറിയില്ല. അപ്പോൾ നമ്മൾ ഈ ചാനൽ തന്നെ ആമസോൺ പേ ലെറ്റർ എങ്ങനെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതും എങ്ങനെ നമുക്ക് അതുവഴി റീചാർജും കാര്യങ്ങളൊക്കെ ചെയ്യാം എന്നുള്ളതും എല്ലാ വീഡിയോസും ഞാൻ എൻ്റെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വീഡിയോൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നൽകുന്നുണ്ട്. നിങ്ങൾക്കത് ക്ലിക്ക് ചെയ്ത് ആമസോൺ പേ ലെറ്റർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. ആമസോൺ പേ ലെറ്റർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ റീചാർജും കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.